മേലെപ്പറമ്പിലെ ആൺവീട് എന്ന സിനിമയിലാണ് ഇങ്ങനത്തെ അതില് ജയറാം സാർ അതുപോലെ ജഗദീഷ് കുമാർ സാറൊക്കെ അഭിനയിച്ച ആ ഒരു സിനിമകളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ഇതേപോലത്തെ കുളങ്ങളും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ്. ബി ആർ ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് എവിടെന്ന് വെച്ചാൽ ചുവല്ലൂർ ശിവക്ഷേത്രത്തിന്റെ നേരെ പിന്നില് പുറകുവശത്തുള്ള കുളത്തിലാണ്. അപ്പോ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കുളമാണിത്. വലിയ ഒരു കുളമല്ല, എന്നാ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കുളമാണ്. നല്ല പച്ചപ്പ് നിറഞ്ഞ കുളമാണ്. 4 സൈഡും ഫുള്ള് നല്ല പച്ചപ്പാണ്. അത്യാവശ്യം മീനുകളുണ്ട്, അത്യാവശ്യത്തിലധികം മീനുകളുണ്ട്. കുളിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് മീനുകളാണ് ഇവിടെ ഉള്ളത്. ഞാൻ തന്നെ 2 സ്റ്റെപ്പ് ഇറങ്ങി നിന്നപ്പോ ഫുള്ള് ആയിരുന്നു. ഏതായാലും അടിപൊളി കുളമാണ്, നല്ല വെയിലാണല്ലേ. അപ്പൊ അതുപോലെ തന്നെ ഈ അമ്പലത്തിന്റെ പിൻവശം എന്ന് പറയുമ്പോൾ ഒരുപാട് എന്താ പറയുക, കാണാൻ നല്ല അടിപൊളിയാണത്. എന്താ വെച്ചാൽ പാടങ്ങളുണ്ട്, പിന്നെ അതുപോലെ തന്നെ അവിടെ ഇരിക്കാൻ വേണ്ടി ഒരു ഇത് ഇത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഈ എന്താ പറയാ ഫ്ലവേഴ്സും കാര്യങ്ങളും നല്ല പൂക്കളൊക്കെ വെച്ച് നല്ല ഭംഗിയിലായിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ നടന്നിക്കാനും പിന്നെ ആ ഭാഗത്തുള്ള പാടം വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ടവറും അടിപൊളിയാണ്, സംഭവം അടിപൊളി സ്ഥലമാണല്ലേ. ഫുള്ള് കുളം യശോദ. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് പോയി കാണാം. ഓക്കെ, അപ്പോ മേലെപ്പറമ്പിലെ ആൺവീട് എന്ന സിനിമയിലാണ് ഇങ്ങനത്തെ അതില് ജയറാം സാർ അതുപോലെ ജഗദീഷ് കുമാർ സാറൊക്കെ അഭിനയിച്ച ആ ഒരു സിനിമകളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ഇതേപോലത്തെ കുളങ്ങളും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ്. അത്ര ഭംഗിയാണെന്ന് ഉദ്ദേശിച്ചത്. നല്ല രസകരമായിട്ടുള്ള സ്ഥലമാണിത്. അപ്പൊ നമ്മള് ഇതിന്റെ ഫുള്ളായിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളും വിശേഷങ്ങളും കാണാം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അമ്പലക്കുളത്ത് നിന്നിട്ട് നമ്മൾ കയറിയിട്ട് വരുമ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ അടിപൊളി ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. വഴിയാണ്, നമുക്കൊന്ന് പോയി നോക്കാം. അവിടെ ഇരിക്കാനൊക്കെ ഉണ്ട്, കസേരകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇരിക്കാനൊക്കെ. നമ്മളൊരിക്കൽ ഒരു ഈ മറ്റേ സിനിമ ഷൂട്ടിങ്ങിന്റെ ലൊക്കേഷൻ പിടിക്കില്ലേ നമ്മള്, ഓർക്കുന്നുണ്ടോ? ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അവിടെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തത്. അപ്പൊ നമ്മള് അവിടെ ഒരു ഇത് കണ്ടല്ലോ, നമ്മള് ലൊക്കേഷൻ കണ്ടല്ലോ. അപ്പൊ അതുപോലെ എന്ന് പറഞ്ഞാൽ അത്രയും കണ്ടിട്ടില്ലെങ്കിലും എന്നാലും നല്ല രസമായിട്ട് ഉണ്ടാക്കിയിട്ടില്ലേ. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല വെയിലാട്ടോ ഈ സമയത്ത്. ആരും വരല്ലേ. ചെണ്ടുമല്ലി പൂ നോക്കി, ചെണ്ടുമല്ലി മഞ്ഞുണ്ട്, അതുപോലെ ഓറഞ്ചും ഉണ്ട് കേട്ടോ. ഇരിക്കാനുള്ള ശരി, അത് നല്ല ഇതായിരിക്കും, ചൂടായിരിക്കും ഇപ്പൊ. നല്ല ചൂടായിരിക്കും ഇപ്പൊ ഈ സമയത്ത്. പക്ഷെ അതൊരു 4 മണിക്ക് ശേഷമാണെങ്കിൽ നല്ല രസം ഇവിടെ കാണാം, നല്ല വിഷ്വൽസ് ആയിരിക്കും. പിന്നെ അപ്പുറത്ത് കംപ്ലീറ്റ് പാടാണ് ഇങ്ങനെ. അപ്പൊ അതുകൊണ്ട് നല്ല രസമായിരിക്കും കാണാം കേട്ടോ. കൊള്ളാല്ലേ, നല്ല രസമുണ്ട്. ഇത് വിളിച്ചിട്ട് ചെണ്ടുമല്ലിപ്പൂവ് എന്തായാലും തക്കു വരുന്നതല്ല. അപ്പൊ എനിക്കൊന്നും ഇരിക്കണം, ഞാനൊന്നും ഇരുന്നോ കേട്ടോ. ആഹാ, നല്ല ചൂട്, നല്ല ചൂട്. നമ്മളിങ്ങനത്തെ ഔട്ട്ഫിറ്റ് അത്ര ചൂട് അറിയാം. സ്മെല്ലുണ്ട് കേട്ടോ പൂവിന്, നല്ല സ്മെല്ലുള്ള പൂവാ. നല്ല ഭംഗിയായിട്ടോ ഒരുക്കണം ഇവിടെ. അതെ, ഓണത്തിന് കാണാത് ഒരെണ്ണം പോലും ഉണ്ടാവില്ല. അത് പൊട്ടിക്കാം, അത് അമ്പലത്തിലേക്ക് വേണമെങ്കിൽ പൊട്ടിക്കാം. അമ്പലത്തിൽ ഇടാൻ വേണ്ടിട്ട്, അമ്പലത്തിൽ പൂക്കളിടാൻ വേണ്ടി ഫുള്ള് മനോഹരമായിട്ടുള്ള പാടങ്ങളാണ്. ആ ഒരു ടവർ വെക്കുന്നുണ്ടല്ലോ, 1 2 3 4 5 എണ്ണം. അത് ഹെവി ലൈൻ, 24 kV എന്നൊക്കെ പറയില്ലേ നമ്മള്, ആ സാധനമാണ് ഇപ്പൊ വരുന്നത്. പിന്നെ ഇവിടെ അങ്ങോട്ടൊരു കുഞ്ഞു തോട് ചളിവെള്ളം, അതിങ്ങനെ എവിടെയോ കെട്ടി നിക്കണം, വെള്ളം ഒഴുക്ക് പോവാത്ത രീതിയിൽ കെട്ടി നിക്കണം. അതുകൊണ്ടാണ് അങ്ങനെ നിക്കണത്. പിന്നെ ഈ പാലം, ഇതിന്റെ 2 സൈഡിലൊരു കൈവരി, നല്ല രസമുണ്ട് കേട്ടോ അല്ലെ. അമ്പലത്തിലേക്ക് വേണ്ടിയിട്ടുള്ള വഴി ഇട്ടിരിക്കുന്നത്. അത് കുളക്കോടിയല്ലേ? അതെ അതെ അതെ, അതെന്തോ സാധനത്തിന് നൂലെന്തോ കുടുങ്ങിയതട്ടെ അതിന്റെ മുകളില്. അതുകൊണ്ട് വായ തുറക്കാൻ പറ്റുന്നില്ല അതിന്.
അതുപോലെ കടിച്ചു പിടിച്ചിരിക്കുകയാണ്. എന്തോ ഒരു നൂലാണ് തോന്നുന്നുണ്ട്. ഇങ്ങോട്ട് ഒരു ഇത് നോക്കിയേ, അപ്പുറത്ത് പാലുണ്ടായിരുന്നു, എന്തോ ഒരു ഇതാണ്. അല്ല, അത് പാലത്തിന് ഉറപ്പ് കിട്ടാൻ വേണ്ടിട്ട് കെട്ട് കൊടുത്താണത്. അതായത് ഇതില് പണ്ട് കാലത്ത് ചീർപ്പ് എന്ന് പറഞ്ഞ സാധനം ഇടും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം സ്റ്റോപ്പ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ഇതിന് വേണ്ടിയിട്ട്. ഇതൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്, അതിനൊക്കെ വേണ്ടിയിട്ട്. അത് ശരിക്കും അതിന്റെ കൊക്കിന്റെ മുകളിൽ നൂലെന്തോ ചിറ്റിയിരിക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് അതിനാ കൊക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. നേരെ പിൻഭാഗത്ത് തന്നെ നല്ല രസമുള്ളൊരു വഴി കാണാനുണ്ട്. നമുക്കൊന്നിന് പോയി നോക്കാം. അപ്പോൾ ശരിക്കും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്, നല്ലൊരു കൂളിംഗ് ഏരിയയാണത്. കാരണം അത്രയും കാട് പോലെ കിടക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രസമായിട്ട്. അമ്പലം കുറച്ച് മുകളിലാണ്, അതിന് നേരെ താഴെയാണ് ഈ വഴി വരുന്നത്. അപ്പോൾ അതുകൂടെ തന്നെ പോകുമ്പോൾ ഇതിങ്ങനെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്കുള്ള വഴിയാണ് പോകുന്നുണ്ട് കേട്ടോ. അമ്പലത്തിന്റെ ഫ്രണ്ടിലോട്ട് നല്ല തണുപ്പൻ ഏരിയ. എന്തൊരു കൂളിംഗ് അവിടെ നിൽക്കണപ്പോ. നമ്മള് അമ്പലക്കുളത്തിന്റെ സൈഡിൽ കൂടെ നമ്മള് അമ്പലത്തിന്റെ ഫ്രണ്ടിലോട്ട് പോകട്ടെ. നമ്മള് ഇത് അടിപൊളിയാണ്. ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഈ മറ്റേ മിഷീനിൽ വെട്ടുന്ന കല്ലില്ലേ, മിഷീനിൽ കെട്ടുന്ന കല്ല് തേക്കാതെ കിട്ടുകയാണിത്. അങ്ങനത്തെ ഒരു പണി. ഇത് പണ്ട് കാലത്തെ ഒരു പണിത്തരാണിത്. നല്ല രസമായിട്ട്. പക്ഷെ ഇതിന്റെ ഈ മറ്റേ ഗ്യാപ്പ് വശമൊക്കെ ശരി ഫില്ല് ചെയ്യണം, അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രാണികളൊക്കെ കയറിയിരിക്കുന്നത്. അപ്പൊ അമ്പലം ഫുള്ള് കവർ ചെയ്തിട്ടാണ് കെട്ടിയിരിക്കുന്നത് ഒരു മതില് അല്ലേ. അടിപൊളി. അപ്പൊ ഇത് ഉമാ മഹേശ്വര ക്ഷേത്രമാണിത്. അപ്പൊ അതിന്റെ ബാക്ക് വശത്തുള്ള അമ്പലക്കുളവും അവിടെയുള്ള വിഷ്വൽസ് ഒക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പൊ എന്താ വെച്ചാൽ പ്രകൃതിയാണത്. അപ്പൊ അല്ലേ. അപ്പൊ എന്താ വെച്ചാൽ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കണം. അത് നമ്മളുടെ ഓരോരുത്തരെയും ഉത്തരവാദിത്തമാണത്. എങ്കിലാണ് ഇതുപോലത്തുള്ള കാഴ്ചകളും എല്ലാം നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഈ പ്രകൃതിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കിട്ടാനുണ്ട്. അതൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കണം അല്ലേ. അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ എന്താ പറയാനുള്ളത്? കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഈ പ്രകൃതിയുടെ വീട്ടിൽ നമ്മൾ കുറെ കാര്യങ്ങൾ സംബന്ധിച്ച് കണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ കുളത്തിന്റെ ഭംഗിയുണ്ടല്ലോ, 4 സൈഡിലുള്ള പ്രകൃതി, പച്ചപ്പുല്ലുകൾ, പിന്നെ ആ കുളത്തിന്റെ കല്ലുകള്, പിന്നെ അമ്പലത്തിന്റെ സൈഡിലുള്ള മറ്റേ ചുമരുണ്ടല്ലോ, അതുപോലെ തന്നെ നമ്മളെ പോണ വഴിക്ക് തന്നെ അവിടെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടല്ലോ സീറ്റും ഇരിക്കാനുള്ള. പിന്നെ അവിടെ നിന്ന് അപ്പുറത്തേക്കുള്ള പാടങ്ങളും വയലുകളും കാര്യങ്ങളെല്ലാം കണ്ടു. എല്ലാം അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു. പിന്നെ ഉച്ച സമയത്ത് തന്നെ ഇച്ചിരി വെയിലും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല, നല്ല രീതിക്ക് കാണാൻ സാധിച്ചു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അതെ. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.